ഈ പാസ്പോർട്ട് ഇവിടെ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഞാൻ വെറൈറ്റി മീഡിയയിലെ രണ്ടാമത്തെ തവണയാണ് വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് അത് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ബാഗിലുണ്ടായ സമയത്ത് പാസ്പോർട്ട് എടുത്തപ്പോൾ പറഞ്ഞു ഞാൻ ദുബായിലേക്ക് കയറിയ സമയത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഫുൾ ഞങ്ങളൊക്കെ സാധാരണ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പാസ്പോർട്ട് മാത്രമൊന്നുമല്ല, ഒരു 500 പേജ് നോട്ട് ബുക്ക് കൊണ്ടുവരും. കാരണം ഇതൊക്കെ എഴുതി വെക്കണം, ഓരോ കാര്യങ്ങൾ എഴുതാനൊക്കെ വേണ്ടിയിട്ട് ആ നോട്ട് ബുക്ക് കൊണ്ടാണ് വരുന്നത്. അതാണ്ട് കാണിച്ചു കൊടുക്കല, അപ്പം അതിൽ ഒപ്പിട്ട് തരില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന സമയത്ത് ഈ പശുവിനെ, ആടിനെ ഇതൊക്കെ എടുത്തുകൊണ്ട് വരും. ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് താറാവ്, വീട്ടിൽ വളർത്തുന്ന പൂച്ച, ഇത് ഒക്കെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് അതിനെ കൊണ്ടാണ് നടന്നിരുന്നത്. ഇവിടെ വരുമ്പോൾ പാസ്പോർട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കടലിൽ കൂടെ നീന്തി വരെ ചെയ്തിരുന്നു. എന്താ ഇപ്പം ഇതൊക്കെ അവസ്ഥ? നിങ്ങൾക്ക് തന്നെ പാസ്പോർട്ടുള്ളൂ, നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും പണിയുണ്ടോ? പണിയൊട്ടില്ലേനും ഈ ഇറയെ തൂങ്ങിയവൻ്റെ കാലുമ തൂങ്ങിയിട്ടുള്ള ജീവിതങ്ങളെ നേരെ ചൊവ്വൊരു പണി. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ പൊളിഞ്ഞു കിടക്കുന്ന വീടുകളിൽ അതിൽ AC ഫിറ്റാക്കുന്ന ആൾക്കാർ, അതുപോലെ പ്ലംബിങ്ങിൻ്റെ പണിക്കാർ, ഈ റോട്ടുമ്മ കൂടെ ഈ കല്ല് പതിക്കണൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ? അവരുടെ ചൂടെന്താണെന്നറിയോ? അവരുടെ ജീവിതം എന്താണെന്നറിയോ? അവരെ പൊടി അടിച്ച് ജീവിക്കുന്ന ജീവിതം എന്താണെന്നറിയോ? അതൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ ലക്ഷറി ലൈഫാണ്, നിങ്ങൾക്ക് പണിയൊന്നുമില്ല, ജീവിതം അങ്ങനെയാണ്. നിങ്ങളിങ്ങനെ ഇരുന്ന് എന്താ പറയുക, ഈ മറ്റേ AC ഇട്ട വീടിൻ്റെ ഉള്ളിൽ കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ട് കുത്ത് കൈസ് അവിടെ ഇട്ട് ഇന്ന് ഡബിളാണേ, ഇന്ന് ത്രിബിളാ ഡബിളാ. എന്താ ഈ ഡബിൾ എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതിന് നാട്ടുകാരായിരുന്നു ഇങ്ങനെ പിരിച്ചിങ്ങനെ ജീവിക്കുക. അല്ലാതെ വേറെ എന്താ ഇപ്പം നിങ്ങൾക്ക് പണി? വേറെ എന്താ പണി? എന്തെങ്കിലും ഒരു പണി നേരെ ചൊവ്വ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ പിന്നാലെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ, ഇപ്പോൾ ഇഷ്ടം പോലെ വീട്ടു ജോലി ചെയ്യണ പെണ്ണുങ്ങളുണ്ട്, പാവങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെ ക്ലീനിങ്ങിനോ എന്തിനെങ്കിലും നിന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് നിങ്ങളെ ഈ മീഡിയയുടെ മുമ്പിൽ രണ്ടാമത്തെ തവണ പാസ്പോർട്ട്. പിന്നെ കാരണം അത്രയും ഭയങ്കര ഉരുക്ക് വനിതയാണല്ലോ ഒരു ലോകത്തിനെ തന്നെ. കാരണം ഇവിടെ പോയി ആളുകൾ പീഡിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു ഒരു ലോകത്തിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിക്കുകയാണല്ലോ. എന്താ വിടല്? ഇതിനെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഈ ഇങ്ങനത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് പുച്ഛം മാത്രമേ നമുക്ക്. ഇങ്ങനെ ഇവരെയൊക്കെ കാട്ടിലും കോപ്രായം കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനൊക്കെ പടപ്പിരാന്ത് വരും. എന്നിട്ട് ഇവർക്ക് മാത്രം പാസ്പോർട്ട്, എന്നിട്ട് പ്രവാസികളുടെ മുമ്പിൽ ഇവരുണ്ടാവും. ഇവരെങ്ങനെ പ്രവാസികളാവുക? പ്രവാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് പ്രവാസികൾ. ഇവർക്ക് എന്ത് പ്രവാസം? ഇവർ എൻജോയ് അല്ലേ? ഇവരുടെ ലൈഫ് ഫുൾ എൻജോയ് ചെയ്യാം. എന്താ ഇവർക്കൊരു കുറവ്? എന്തെങ്കിലും ഒരു ജോലി ചെയ്യണത് ഇവർ കാണിച്ചിട്ടുണ്ടോ? ഒന്ന് കാണിച്ചിട്ടുണ്ട്, ഈ മുട്ട തിന്നിട്ട് ചന്തിമ തേക്കണതും മറ്റവൻ്റെ പിന്നാലെ കുളിച്ച് മറ്റേ ഈ ഷവർ തുറന്നിട്ട് കുളിക്കണതും ഇതൊക്കെ ഗെയിമിൽ തോറ്റാനുള്ള പനിഷ്മെന്റ് ആട്ടോ. അല്ലാതെ വേറെ എന്താ ഇപ്പൊ ഇവർക്കൊരു ലൈഫുള്ള വേറെ എന്താ ഇവർക്കൊരു സങ്കടങ്ങളോ അതുള്ളത്? ഒന്നുമില്ല. വല്ലാത്ത ജീവിതം. നിങ്ങളെയൊക്കെ ജീവിതം മക്കളെ. ഒരു നാണല്ലെങ്കിലും സുഖമായിട്ട് നിങ്ങൾ ജീവിക്കണ്ടല്ലോ. എന്തിനാ കുറെ നാണം അല്ലേ? കാശല്ലേ വരുത്? ജീവിതം തന്നെ.